ഹലോ, അടുക്കളയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ഫ്രൂട്ട് കസ്റ്റർഡ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാല് ചെറുതായി ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. തിളയ്ക്കേണ്ട, ചൂടായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ പഞ്ചസാരയും, കുറച്ച് മാത്രം മതിയെങ്കിൽ കുറച്ച് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പാലും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോ ലോയിലോ ഇടാം. ഒരു കാരണവശാലും ഹൈ ഫ്ലെയിം ആകരുത്. അടുത്തതായി നമ്മൾ 2 സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കണം. ഈ 2 സ്പൂൺ കസ്റ്റർഡ് പൗഡർ നമുക്ക് ഒരു 4 സ്പൂൺ വെള്ളത്തിൽ ഡൈല്യൂട്ടാക്കി എടുക്കണം. അങ്ങനെ കസ്റ്റർഡ് പൗഡർ ഡൈല്യൂട്ട് ചെയ്ത മിക്സും കൂടി നമുക്ക് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് നമ്മൾ ഈ മിക്സ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു കാരണവശാലും അടിക്ക് പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീ ലോ ഫ്ലെയിമിൽ ഇടാം. അടി ചേർത്ത് തന്നെ നന്നായിട്ട് ഇളക്കണം. എല്ലാ സൈഡിൽ നിന്നും നമ്മൾ യോജിപ്പിച്ച് എടുക്കണം. ഈ ഒരു മിക്സ് നമുക്ക് ലൂസായിട്ടുള്ള ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു മിക്സ് ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഇളക്കാം. ഒരു ലൂസ് ക്രീമി കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അടുപ്പിൽ നിന്ന് മാറ്റണം. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്ക് നമ്മൾ പാട കെട്ടാതെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മൾ മിക്സ് നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. പാടയും കെട്ടിയിട്ടില്ല. ഇനിയാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. ആദ്യമായി തന്നെ മാതളമാണ് ചേർക്കുന്നത്. ഇനി ബ്ലൂബെറി, റെഡ് ഗ്ലോബ് മുന്തിരി, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, അതേപോലെ തന്നെ പച്ചമുന്തിരി അരിഞ്ഞത്, പിന്നെ കിവി ഫ്രൂട്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ബെയർ ഫ്രൂട്ടാണ്. പിന്നെ കുറച്ച് പീച്ച് ചേർക്കുന്നുണ്ട്, പിയർ ചേർക്കുന്നുണ്ട്, ആപ്പിൾ ചേർക്കുന്നുണ്ട്, പിന്നെ ഗ്രീൻ ആപ്പിൾ. ഇനി നമ്മളെ ഫ്രൂട്ട്സും നമ്മുടെ കസ്റ്റർഡിൻ്റെ ആ ലിക്വിഡും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിൽ കോരി എടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് റെഫ്രിജറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഒരു കാരണവശാലും ഇത് നമ്മൾ ഫ്രീസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ബൗളിൽ കോരി എടുത്തതിന് ശേഷം നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ച് തണുപ്പിച്ച് എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇതിൽ ഇടാം. അപ്പം ഞാനിത് റെഫ്രിജറേറ്ററിൽ വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 4 മണിക്കൂർ വരെ റെഫ്രിജറേറ്ററിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ടേസ്റ്റി ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ സമ്മറിലൊക്കെ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.